ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ലക്ഷ്യത്തിലേക്ക്. ട്രംപ് നിലപാട് വ്യക്തമാക്കിയതോടെ സമവായ ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കവുമായി ഖത്തർ. ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി ചർച്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിനു മുമ്പ് ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടിനെ ബെഞ്ചമിൻ നെതന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തു. ട്രംപ് നിലപാട് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഗാസ ഇസ്രായേൽ മധ്യസ്ഥ ശ്രമങ്ങൾ പുനരാരംഭിക്കാൻ ഖത്തർ തയ്യാറെടുപ്പ് ആരംഭിച്ചു. പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി ചർച്ച നടത്തി. ഹമാസ് പ്രതിനിധികൾ ചർച്ചകൾ തുടരാൻ ദോഹയിലെത്തും. ഈജിപ്തും ഖത്തറും ചേർന്നാണ് സമവായ ചർച്ചകൾ ആരംഭിച്ചത്. ഹമാസിന്റെ നിസ്സഹകരണത്തെ തുടർന്ന് മധ്യസ്ഥത്തിൽ നിന്നും ഖത്തർ പിന്മാറിയിരുന്നു. ബന്ദികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ കർശന നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഖത്തർ വീണ്ടും സമവായ ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.